Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 19 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ 5 പേപ്പേഴ്സിന്റെയും ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം ഓരോ സബ്ജക്റ്റിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ബികോം 4 സെമസ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള തിയറി പേപ്പറാണ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. ഇന്നാ പിടിച്ചോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, മിക്ക പേപ്പറിലും ടൈപ്സ് ഓഫ് കമ്പനീസിലെ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുള്ളതാണ്. നിർബന്ധമായും അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം പഠിച്ചിരിക്കണം. ടൈപ്സ് ഓഫ് കമ്പനീസ് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള 1-2 മെൻഷൻ ചെയ്യുന്നു. ഗവൺമെൻറ് കമ്പനി ചോദിച്ചിട്ടുള്ളതാണ്. ഗവൺമെൻറ് കമ്പനി എന്താണ്? ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ 1% കമ്പനി റിപ്പീറ്റ് ആണ്. 1% കമ്പനീനെ പറ്റിയിട്ട് ഒരു 2 വർഷത്തെ പേപ്പർ നോക്കുന്ന സമയത്ത് വന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1% കമ്പനി നിർബന്ധമായി നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി കമ്പനിയിൽ തന്നെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് നോക്കുക, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. റിപ്പീറ്റ് ആണ്, മിനിമം ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ടൈപ്സ് ഓഫ് കമ്പനീസിൽ ഏതെങ്കിലും. ഓക്കെ, ഇനി നെക്സ്റ്റ് 2 മാർക്സിൻ്റെ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലീവ് ഇൻ പ്രോസ്പെക്ടസ് എന്താണ്? ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളൊരു ചോദ്യമാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലീവ് ഇൻ പ്രോസ്പെക്ടസ്. ഓക്കെ, പ്രോസ്പെക്ടസ് എന്താന്ന് മാത്രമായിട്ടും ചോദിക്കാം. ദെൻ OPC നമ്മൾ പറഞ്ഞു 1% കമ്പനി, അത് നമുക്ക് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് എന്താണ്? ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് എന്താണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താണ്? ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താണ് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിർബന്ധമായി നോക്കി വയ്ക്കുക 2 മാർക്സിന്. ദെൻ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്താണ്? പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്താണ്? ഓക്കെ, 2 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് കോൺട്രിബ്യൂട്ടറി ആരാണ്? വൈൻഡിങ് അപ്പിൽ കോൺട്രിബ്യൂട്ടറി ആരാണ്? അതുപോലെ തന്നെ ലിക്വിഡേറ്റർ ആരാണ്? നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ലിക്വിഡേഷൻ ഡിവിഡൻഡ് ചോദിച്ചിട്ടുള്ളതാണ്. അതൊക്കെ നോക്കിയിരിക്കണം. നെക്സ്റ്റ് ക്വാറം എന്താണ്? വീണ്ടും പ്രതീക്ഷിക്കാം. ക്വാറം എന്താണ്? അതുപോലെ തന്നെ ബുക്ക് ബിൽഡിംഗ് എന്താണ്? 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ബുക്ക് ബിൽഡിംഗ് എന്താണ്? നിർബന്ധമായി നോക്കിയിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്. പ്രൊമോട്ടർ ആരാണ്? ചോദിച്ചിട്ടുള്ളതാണ്. പ്രൊമോട്ടർ ആരാണ്? ദെൻ അതുപോലെ തന്നെ ഓർഡിനറി റെസൊല്യൂഷൻ എന്താണ്? ഓർഡിനറി
റെസൊല്യൂഷൻ എന്താണ്? ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ചോദിച്ചിട്ടുള്ളതാണ്. റെസൊല്യൂഷൻ എന്താണെന്നോ ഏതെങ്കിലും ഒരു റെസൊല്യൂഷൻ ചോദിക്കാറുണ്ട്. ഓർഡിനറി റെസൊല്യൂഷൻ എന്താണെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്? അത് എസ്സേക്കും 5 മാർക്കിൻ്റെ ഒക്കെ വരാറുള്ളതാണ്. അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ് നോക്കിയിരിക്കണം. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ള ചോദ്യങ്ങളാണ്. ദെൻ SAT സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രൈബ്യൂണൽ എന്താണ്? സെക്യൂരിറ്റീസ് അപ്പലറ്റ് ട്രൈബ്യൂണൽ എന്താണ്? ചിലപ്പോൾ SAT എന്ന് മാത്രമായിരിക്കാം ചോദിക്കുക, നോക്കിയിരിക്കണം. ദെൻ സെബി എന്താണ്? അതുപോലെ തന്നെ DIN, അതുപോലെ എന്താണ് സെബി, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ. പ്രോസ്പെക്ടസ് ഞാൻ നേരത്തെ പറഞ്ഞു ചോദിക്കാറുണ്ടെന്നുള്ളത് സെപ്പറേറ്റ്. നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീവ് ഓഫ് പ്രോസ്പെക്ടസ് ചോദിച്ചപ്പോൾ ജസ്റ്റ് പ്രോസ്പെക്ടസും ചോദിക്കാറുണ്ട്. ദെൻ ഓഡിറ്റ് കമ്മിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാറുണ്ട്. റെമ്യൂണറേഷൻ കമ്മിറ്റി, ഏതെങ്കിലും കമ്മിറ്റീസ് വരാറുണ്ട്. റെമ്യൂണറേഷൻ കമ്മിറ്റി ചോദിക്കാറുണ്ട്, നോക്കിയിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ബോണസ് ഷെയർ അല്ല ബുക്ക് ബിൽഡിങ് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്? ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ബോണസ് ഷെയർ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇസോപ്പ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, ഇസോപ്പ് ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റാണ്. റൈറ്റ് ഇഷ്യൂ ചോദിച്ചിട്ടുള്ളതാണ്, റൈറ്റ് ഷെയർസിനെ പറ്റിയിട്ട്. ദെൻ രണ്ടെണ്ണം അടിയിൽ എഴുതാം. ഡീമെറ്റീരിയലൈസേഷൻ എന്താണ്? റീമെറ്റീരിയലൈസേഷൻ എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഡീമെറ്റീരിയലൈസേഷൻ, അതുപോലെ തന്നെ റീമെറ്റീരിയലൈസേഷൻ എന്താണ്? ഓക്കെ, നോക്കി വയ്ക്കണം. നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്താണ്? ദെൻ നെക്സ്റ്റ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി, മിക്ക പേപ്പറിലും കാണാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. വളരെ ഈസിയാണ്. വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫ്രോഡുലൻറ്റ് പ്രിഫറൻസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രോഡുലൻറ്റ് പ്രിഫറൻസ് എന്താണ്? പിന്നെ ഇതിൽ പറയാനുള്ളത് ഈ ബോണസ്, റൈറ്റ്, അതിൻ്റെ കൂടെ തന്നെ ഫോർ ഫീച്ചർ ചോദിക്കാം. അതൊക്കെ എന്താണ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടു എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ, ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ആദ്യം കമ്പനിയിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലീവ് ഇൻ പ്രോസ്പെക്ടസ്, അല്ലെങ്കിൽ വെറും പ്രോസ്പെക്ടസ് ചോദിക്കാറുണ്ട്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് ചോദിക്കാറുള്ളതാണ്. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ്, കോൺട്രിബ്യൂട്ടറി ആരാണ്? ലിക്വിഡേഷൻ, ഡിവിഡൻഡ്, ക്വാറം, ബുക്ക് ബിൽഡിംഗ്, പ്രൊമോട്ടർ, ഓർഡിനറി റെസൊല്യൂഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, SAT, സെബി, DIN, ഓഡിറ്റ് കമ്മിറ്റി, റെമ്യൂണറേഷൻ കമ്മിറ്റി, കോർപ്പറേറ്റ് ഗവേണൻസ്, ബോണസ് ഷെയർ, ഇസോപ്പ്, റൈറ്റ് ഇഷ്യൂ, ഡീമെറ്റീരിയലൈസേഷൻ, റീമെറ്റീരിയലൈസേഷൻ, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്, വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി, ഫ്രോഡുലൻറ്റ് പ്രിഫറൻസ്, ഇതൊക്കെയാണ് പിന്നെ കാണാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നോക്കാൻ പറ്റുന്നത് മീറ്റിങ്സിനെ പറ്റിയിട്ട്. പലതരത്തിലുള്ള മീറ്റിങ്സ് ഉണ്ട്, അത് നോക്കിയിരിക്കണം. അതിലേതെങ്കിലും ഒരു മീറ്റിങ്ങിനെ പറ്റിയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈസ് ഇറ്റ് മാൻഡേറ്ററി ടു ഗെറ്റ് the securities listed in
listed in case of a public offering ഇതിന് ഈ പബ്ലിക് ഓഫറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണോ? ഇതൊരു 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ദെൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലുള്ള. ആദ്യത്തെ ഒരു 7 ചോദ്യങ്ങൾ ഇതാണ്. ഓക്കെ, പിന്നെ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. ദെൻ ലാസ്റ്റ് ഇത്ര. ഓക്കെ, അപ്പം ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ഏറ്റവും ഷോർട്ടാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കൊരുപാട് 2 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നിങ്ങൾ കാണാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ലൈവും ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് കോർപ്പറേറ്റ് റെഗുലേഷൻസിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. അതുമായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.